നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയ് 4-ാം തീയതി. ഇന്നറിയാം നമുക്ക് അടുത്ത 5 വർഷം കേരളം ഭരിക്കാൻ പോകുന്നത് ആരാണ്, കേരളത്തിൽ തുടർ ഭരണമാണോ അതോ ഭരണമാറ്റമാണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന, ജനവിധി അറിയുന്ന, ജനവികാരം അറിയുന്ന തിങ്കളാഴ്ചയാണിന്ന്. ഈ തിങ്കൾ ആരായിരിക്കും താരം? ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. 10 വർഷം ഭരിച്ചു, ജനക്ഷേമ കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം വോട്ടായി പെട്ടിയിൽ വീഴുമെന്ന ആത്മവിശ്വാസമാണ് എക്സിറ്റ് പോളുകൾക്ക് ശേഷവും ഇടതുപക്ഷം നമ്മളോട് പറയുമ്പോൾ, പ്രതികരിക്കുമ്പോൾ. ഇതിൽ ഏറ്റവും അവസാനം മറുഭാഗത്ത് എക്സിറ്റ് പോളുകൾക്ക് മുൻപ് തന്നെ 100+ പറഞ്ഞ പ്രതിപക്ഷ നേതാവുണ്ട്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങി, മന്ത്രി ചർച്ചകൾ തുടങ്ങി, ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ അങ്ങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും 2 ക്യാമ്പുകളിലും സജ്ജമാണ്. പായസം, പന്തൽ, പടക്കം, DJ പാർട്ടി, ബിരിയാണി, മന്തി, അങ്ങനെ എല്ലാം ആഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പെട്ടി പൊട്ടിക്കാനുള്ള കാത്തിരിപ്പ് മാത്രം. നമ്മൾ BJP-യെ കുറിച്ച്, NDA-യെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട്. അവരേറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അവർക്ക് 10 A+ മണ്ഡലങ്ങൾ മിനിമം ഉണ്ട്. കേരളത്തിൽ ഇത്തവണ 140-ൽ 35 ഇടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ട്. എന്തും സംഭവിക്കാവുന്ന 20-ലധികം മണ്ഡലങ്ങളുണ്ട്. 1-2 അല്ല, അതിൽ കൂടുതൽ സീറ്റുകൾ BJP-ക്ക് കിട്ടിയേക്കുമെന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, ഒരു തരംഗം ഉണ്ടാകുമോ, ഒരു വേവ് ഉണ്ടാകുമോ, ഒരു സുനാമി ഉണ്ടാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും.